നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലേ. കാരണം ഈ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ പോലും ക്രിസ്മസ് ആകുമ്പോൾ ഒരു സ്റ്റാർ പോലും തൂക്കാത്തതുണ്ടാവില്ല. അത്രമാത്രം നമ്മുടെ നാട് മുഴുവനായിട്ട് ആഘോഷമാക്കുകയാണ് ക്രിസ്മസിനെ. അങ്ങനെ ഇതാ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. നമ്മുടെ ഉണ്ണിയേശു പിറക്കാനായി, ഉണ്ണിയേശുവിന്റെ പിറവിക്കായുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ഈ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എല്ലാവരും എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെ നോക്കണം. എല്ലായിടത്തും ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവിടുത്തെ നാളുകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകണം. നമ്മൾ ആദ്യം നേരെ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി നമുക്കറിയാലോ, എപ്പോഴും ഇത്തരത്തിൽ ക്രിസ്മസിനൊക്കെ വലിയ രീതിയിൽ ആഘോഷമായി, ആർഭാടമായി കൊണ്ടാടുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ക്രിസ്മസ് ആഘോഷിച്ച് വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ട ആളാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉള്ളത്. കൊച്ചിയിൽ എവിടെയാണുള്ളത്, എങ്ങനെയാണ് അവിടുത്തെ ആഘോഷം ഡാനി? മെറി ക്രിസ്മസ് എല്ലാവർക്കും. ഞാനുള്ളത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളി സെന്റ് ജോർജ് ഫറോന പള്ളി. എടപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അറിയാൻ ഒരുമാതിരി വിശ്വാസികൾക്കും അതോടൊപ്പം ഇതുവഴി കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എടപ്പള്ളി സെന്റ് ജോർജ് ഫറോന പള്ളിയിലെ ഈ അലങ്കാരങ്ങളിലേക്ക് ഒന്ന് പോകാം. നോക്കൂ, നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരി അത് പകർത്തുന്നു. വളരെ സുന്ദരമായ ഒരു കാഴ്ചകൾ നോക്കുക. ഒരു നക്ഷത്ര ലോകത്തേക്ക് തന്നെയാണ് വിളിക്കുന്നത്. പലപ്പോഴും തന്നെയും ഇടപ്പള്ളി പള്ളിയിലേക്ക് വരുന്നവർ കാണാം അതിന്റെ ഒരു വിശാലത, അതിന്റെ ആ നടുമുറ്റത്തിന്റെ എല്ലാം തന്നെ വിശാലത അത് പൂർണ്ണമായി ഉപയോഗിച്ച് അതുകൊണ്ട് ദീപാലങ്കാരമാക്കിയിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്നവർ എല്ലാവരും തന്നെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും എല്ലാം തന്നെയുണ്ട്. വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ വരുന്ന മുഖങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഇവിടെയുള്ളത്. ഏതായാലും അത്തരം ആഘോഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ ക്യാമറ പോകുന്നതും. ഇവിടെ കഴിഞ്ഞ 11:30ക്കാണ് കുർബാന തുടങ്ങുന്നത്. പക്ഷേ അതിനു മുൻപായിട്ട് തന്നെ ഇവിടേക്ക് വരുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ സജീവതയിൽ നിന്നുകൊണ്ട് ഇതുപോലെ ഫോട്ടോ എടുത്തുകൊണ്ട് അങ്ങനെ അതൊരു ഓർമ്മയായി സൂക്ഷിച്ചുകൊണ്ട് പങ്കിട്ടുകൊണ്ട് അങ്ങനെ നിരവധിയായ കാഴ്ചകളുടെ ഒരിടം തന്നെയാണ് ഇന്ന് കാണുന്നത്. ഇന്ന് നമുക്ക് ഭൂരിഭാഗം പള്ളികളിലേക്കും എല്ലാം തന്നെ ചെല്ലുമ്പോൾ ഇതുപോലുള്ള സമാനമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് നോക്കുക, ഒരു കൂറ്റൻ നക്ഷത്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാന്താക്ലോസിന്റെ രൂപത്തിനടുത്ത്, ഇതിനടുത്തെല്ലാം തന്നെ നിന്ന് ആളുകൾ ഫോട്ടോ എടുത്ത്, സെൽഫി എടുത്ത് അങ്ങനെ ഈ ദിവസം ഉറക്കമില്ലാത്ത ഈ രാത്രി കടന്നു പോകുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ അതിന്റെ ഒരു മൂർധന്യതയിലേക്കാണ് കടന്നു പോകുന്നത്. ഇത് ക്രിസ്തുമസ് രാവ എന്തുകൊണ്ട് അവിസ്മരണീയമാകുന്നു. സാന്താക്ലോസുകളുടെ ആ സാന്തയുടെ നൃത്തം, അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളിലും എല്ലാം തന്നെയും ഉള്ള പള്ളികളിൽ നിന്ന് ഉയരുന്ന പള്ളിമണികൾ, ഒപ്പം പ്രാർത്ഥനാഗീതങ്ങളെല്ലാം അലയടിക്കുന്ന ഒരന്തരീക്ഷത്തിലേക്കെല്ലാം ആളുന്നു. കരോൾ ഗീതങ്ങൾ പലയിടത്തും തന്നെ കേൾക്കാം. കരോൾ സംഘങ്ങളെല്ലാം തന്നെ വളരെ സജീവമായിട്ട് നമുക്ക് നിരത്തുകളിലെല്ലാം തന്നെ കാണാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഒന്ന് സജീവതയിലേക്കെല്ലാം തന്നെ വരാം. നോക്കുക, ഒരു കുടുംബത്തിന്റെ ഒരു സന്തോഷ ക്രിസ്തുമസ് സെൽഫി തന്നെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ എറണാകുളത്ത് തന്നെ. പേരെങ്ങനെയാണ്? പേര് ലത്തീഫ്. കുടുംബത്തോടൊപ്പം വൈഫാണ്, മൂത്ത മകള്, രണ്ടാമത്തെ ആള്, ഇത് ഇളയത്, സകുടുംബം, ഇത് മൂത്തവള്. ഹാപ്പി ക്രിസ്മസ് പറ. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇങ്ങനെ വരാറുണ്ടോ ഈ ദിവസങ്ങളിലൊക്കെ? വരാറുണ്ട്. പലപ്പോഴായിട്ട് ഇങ്ങനെ ഷോപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി അവിടെ ഇവിടെ പോകും. ഇന്നും ഇങ്ങോട്ട് വരാന്ന് വെച്ചു. എങ്ങനെയുണ്ട് കണ്ടിട്ടൊക്കെ? ഏറ്റവും നന്നായത് നമ്മുടെ കാറ്, അടിപൊളിയാണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പിനെസ് ലൈറ്റ്. ഇവിടെ വരുമ്പോ ഒരു ഫീലാണ് അല്ലെ, ചുറ്റുപാട് ഒരു സന്തോഷം. നല്ല ഹാപ്പിയാണ് എല്ലാരും. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലെ. നന്നായിട്ട് ഒരാൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഈ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നത് അങ്ങനെ ഒരു വലിയ സന്തോഷങ്ങളിലാണ്. വലിയ ഹാപ്പി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഭവ്യ, ഏതായാലും നോക്കുക, വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തുന്ന കുടുംബങ്ങളാണ്. എല്ലായിടങ്ങളിലും തന്നെ നിറഞ്ഞ സന്തോഷങ്ങൾ മാത്രമാണ്. വളരെ കാര്യമായിട്ട് എല്ലാവരും ഇവിടെ നിന്ന് പടമെടുത്തും കാര്യങ്ങളിലെല്ലാം തന്നെ മടങ്ങുന്നു. അപ്പോൾ ഈ ദിവസം എല്ലാവർക്കും
സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. ഉറങ്ങാതെ കാത്തിരുന്ന് കടന്നു പോകുന്നത് ഈ ഒരു ക്രിസ്തുമസിന്റെ ഒരു സുന്ദരമായ രാത്രിയിലേക്കാണ്. നേർത്ത മഞ്ഞുണ്ട്, അത് ഒരു തണുപ്പിന്റെ ഒരു അന്തരീക്ഷം, ക്രിസ്തുമസിന്റെ ഒരു പ്രത്യേകതയും എല്ലാം തന്നെ അതിന്റെ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഈ ക്രിസ്മസ് രാത്രി പള്ളിയിലേക്കെല്ലാം തന്നെ പോകുന്നത് നമുക്കെല്ലാം ഒരു ഓർമ്മ അങ്ങനെയാണ്. ഒരു ചെറിയ തണുപ്പോടുകൂടി പാതിരാ കുർബാനയ്ക്ക് പോയി മടങ്ങുന്ന ഒരു രീതി അത് തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ഈ ദിവസത്തിലേക്ക് എത്തുമ്പോൾ അത് തന്നെയാണ് മനസ്സിലേക്ക് എത്തുന്നതും. ഏതായാലും ഈ ഒരു ആഘോഷങ്ങളിലേക്ക് തന്നെയാണ് ചുറ്റുപാടും പോകുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ ഇത് ഇടപ്പള്ളിയിലെ ഈ ആഘോഷം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ എറണാകുളത്ത് ഇത്രയും ഒരു പൊതുനിരത്തിനോട് ചേർന്നുകൊണ്ട് ദേശീയപാതയ്ക്കരികിൽ ഇത്രയും കമനീയമായ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ മറ്റൊരിടവും കാണില്ല. അതിന്റെ ഒരു മുഴുവൻ സാധ്യതയും ഉപയോഗിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ഒരു ആഘോഷങ്ങളുടെ ഒരു ദിവസം തന്നെയാണ് വരുന്നത്. കൂടുതൽ പേരുകളും ഈ ദിവസങ്ങളിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ ഇതുപോലുള്ള ഇടങ്ങളിലേക്ക് വന്നുകൊണ്ട് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കൂടിച്ചേരുകയും ചെയ്യും. ഇപ്പോൾ പള്ളികളിൽ ഒരു കരോൾ സംഘത്തിന് കരോൾ ഗാനങ്ങൾക്കെല്ലാം തന്നെ പലയിടങ്ങളിലും തന്നെ തുടക്കമായിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് തിരുക്കർമ്മങ്ങൾ, ക്രിസ്തുമസിന്റെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ക്രിസ്തുമസിന്റെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. അതോടൊപ്പം സുരം മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അങ്ങനെ വിപുലമായ രീതിയിൽ മേലധ്യക്ഷന്മാർ തന്നെ ഈ ക്രിസ്തുമസ് ആഘോഷ രാവുകൾക്ക് അതിന്റെ പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്നു. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ തന്നെ കളമശ്ശേരി. ഈ ഒരു കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് വന്നിട്ട്? അടിപൊളിയായിട്ടുണ്ട്. സാധാരണ കൂടുതൽ നന്നായി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പ്രാവശ്യം. അത് നല്ല പുതിയ പ്രത്യേകതകളെ കൂടിയിട്ട് നല്ല ആഘോഷിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന്റെ ഒരു എഫക്റ്റ് അല്ലേ ഇവിടെ വരും? തീർച്ചയായിട്ടും. ഹലോ, പേരുന്നോ ഇവിടെ? ആണോ? ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. ഇതുപോലെ സന്തോഷമുള്ള മുഖങ്ങൾ എല്ലായിടത്തും തന്നെ നിറയുന്നു. ഭവ്യ, ഇതാണ് കൊച്ചിയുടെ ഒരു പരിച്ഛേദം എന്നെല്ലാം തന്നെ പറയാവുന്നത്. എടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയുടെ മുറ്റത്താണ് നമ്മളുള്ള വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന ഞാൻ കേന്ദ്രം. തുടക്കത്തിൽ ഇങ്ങനെ പറയുകയായിരുന്നു, നമ്മുടെ നാട്ടിൽ ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പേ ഏറ്റവും കൂടുതൽ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന ഒരു ആഘോഷം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ഒന്നും വീട്ടിൽ, ഒരാളുടെ വീട്ടിൽ പോലും, ഒരു മലയാളിയുടെ വീട്ടിൽ പോലും ഒരു സ്റ്റാർ തൂക്കാത്തത് ഉണ്ടാവില്ല. അത്രമാത്രം നമ്മളൊക്കെ ഒന്നായി ആഘോഷിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസിനൊക്കെ ഈ പള്ളികളിലേക്ക് എത്തുന്നത് ക്രിസ്തുമത വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടേക്ക്, അവിടെ മതമില്ല, എല്ലാവരും യേശുദേവനെ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പള്ളികളിലേക്ക് എത്തുന്നു, എല്ലാവരും ക്രിസ്മസ് ഒരുമിച്ച് കൊണ്ടാടുന്നു എന്നുള്ളതാണ്. ഡാനി, ഞാൻ ചോദിക്കട്ടെ, നാളെ എന്താണ് വീട്ടിൽ വിശേഷം? പ്രത്യേക ഫുഡ് എന്തൊക്കെയാണ് ഉള്ളത്? ഇന്ന് രാത്രി ഇപ്പോൾ നമ്മൾ അവിടെ കണ്ടു, എല്ലാവരും കുടുംബമായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭാര്യയും കുട്ടികളെയും ഒന്നും കൂട്ടി പുറത്തിറങ്ങാത്തതിന് പ്രശ്നമാണോ വീട്ടില്? കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഭവ്യ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളുടെ ജോലിയുടെ രീതിയും ശൈലിയും എല്ലാം അറിയാവുന്നതാണ്. എന്നെ പോലെ തന്നെ ഭവ്യക്കും എല്ലാം തന്നെ നമ്മുടെ സഹപ്രവർത്തകർക്കും എല്ലാം തന്നെ ഈ ജോലിയുടെ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം തന്നെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അവരതിനോടെല്ലാം പരിചിതമാകുന്നു. പിന്നെ നമ്മൾക്കും ഇതിൻ്റെ ഇടയിലെല്ലാം വീട്ടിലേക്ക് പോയി വരാവുന്ന രീതിയിലെല്ലാം തന്നെ ക്രമീകരിക്കപ്പെടാനുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്നിപ്പോൾ നമുക്ക് പാതിരാ കുർബാനയിലേക്ക് എത്താനായിട്ടും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല. വലിയ രീതിയിലേക്ക് അല്ലെങ്കിൽ കൂടിയും സാമാന്യം ഭക്ഷണമൊക്കെ കഴിച്ചു പോകാവുന്നൊരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ നമ്മളുടെ പതിവ് സ്റ്റൂവും ഒപ്പത്തിനോടൊപ്പം തന്നെ ആരംഭിക്കുന്നു. പിന്നെ ഉച്ചയിലേക്ക് അങ്ങ് പോകുന്നു. ഇതൊക്കെയാണ് പരിപാടികൾ. ഏതായാലും വിഭവസമൃദ്ധമായ രീതിയിൽ എല്ലാവർക്കും തന്നെ ക്രിസ്തുമസ് സദ്യ സംഘടിപ്പിക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഭവ്യയോട് എനിക്ക് പറയാനുള്ളത്.
ശരി ഡാനി, ഞാൻ ഡാനിയിലോട്ട് വീണ്ടും വരും. ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മറ്റ് പ്രതിനിധികളുണ്ട്, അവരുടെ അടുത്തേക്ക് പോകണം. എന്തായാലും ഡാനി, നമ്മുടെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്ന് പകർന്ന് നമ്മുടെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയാണ്. അപ്പോൾ പ്രശാന്ത്